പാലക്കാട് ജില്ലയിൽ CPM-ന് വിമതർ മൂലം ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടത് കൊഴിഞ്ഞാമ്പാറയിലാണ്. കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിൽ 4 സീറ്റിലേക്ക് CPM ഒതുങ്ങി. PK ശശി വിഭാഗത്തിന് കാര്യമായ നേട്ടമുണ്ടാക്കാനും കഴിഞ്ഞില്ല. കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിൽ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വിമതർക്ക് തകർപ്പൻ ജയം. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷ് ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ വിജയിച്ചു. CPM വിമതർക്കൊപ്പം മത്സരിച്ച UDF 13 സീറ്റുമായി അധികാരത്തിൽ വന്നു. 4 സീറ്റ് മാത്രമാണ് LDF-ന് നേടാനായത്. മണ്ണാർക്കാട് മേഖലയിൽ വിവിധ സീറ്റുകളിൽ PK ശശിയുടെ അനുയായികൾ മത്സരിച്ചെങ്കിലും കോട്ടോപ്പാടം പഞ്ചായത്തിലെ ഒരു വാർഡിൽ മാത്രമാണ് വിജയിച്ചത്. ജനകീയ മതേതര മുന്നണിയുടെ സാന്നിധ്യമുള്ളതിനാൽ LDF പല സീറ്റിലും പരാജയപ്പെട്ടു. ഇതിലൂടെ മണ്ണാർക്കാട് മേഖലയിലെ ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളും UDF അധികാരത്തിലെത്തി. ഇതിനാലാണ് PK ശശി ഇഫക്റ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് UDF നേതാക്കൾ പറയുന്നത്. ഈ CPM-നകത്ത് CPM-നെ തിരുത്താനും CPM-ന്റെ നിലപാടുകളോടുള്ള അതിശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ പല മേഖലകളിലും പ്രകടമാണ്. വടക്കഞ്ചേരിയിലും CPM വിമതൻ വിജയിച്ചു. പാർട്ടിക്കൊപ്പം ഉണ്ടായിരുന്നവരെ തിരിച്ചു കൊണ്ടുവരാനും CPM ശ്രമം നടത്തും. പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ പാർട്ടി എല്ലാവരുടെയും പാർട്ടിയാവും. മുഴുവൻ ആളുകളുടെയും പാർട്ടിയെ CPIM, കുറച്ച് ആളുകളുടെ പാർട്ടിയല്ല. CPIM ഒരു കാലത്ത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയല്ല. എല്ലാവരുടെയും പാർട്ടിയാവും. എല്ലാവരുടെയും പാർട്ടിയായി പാർട്ടിയെ യോജിപ്പിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് പാർട്ടി ഏത് കാലത്തും ലക്ഷ്യമിടുന്നത്. പെരിങ്ങോട്ടുകുറിശ്ശിയിലെ കോൺഗ്രസ് വിമതരുമായി ചേർന്നാണ് CPM മത്സരിച്ചത്. തോൽവിക്ക് ശേഷം CPM-നെ അതിരൂക്ഷമായി വിമർശിച്ച് AV ഗോപിനാഥ് രംഗത്തെത്തിയിരുന്നു. മീഡിയ 1 പാലക്കാട്.